ഗൈസ് പെട്രോൾ കാർ എടുക്കുമ്പോൾ എല്ലാവരും ടെൻഷൻ മൈലേജിനെ കുറിച്ചാണ്. പക്ഷേ ഈ ഒരു പെട്രോൾ കാറിന് ഇതിൻ്റെ ഓണർ പറഞ്ഞ പ്രകാരം 17 മേലെ മൈലേജ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വോക്സ് വാഗൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലയബിലിറ്റി ആണ്. പിന്നെ ഓട്ടോമാറ്റിക്, ഇത് 3 സിലിണ്ടർ ആയതുകൊണ്ടാട്ടാ ഇത്രയും മൈലേജ് കിട്ടുന്ന. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഇൻലൈൻ ആണ് വരുന്നത്. വണ്ടി അത്രയും ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. 2023 മോഡൽ 2024 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ 36,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസിലൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ വേറെ റീപ്ലേസ്മെന്റ് പിന്നെ എന്താ പറയുക, ഓൾമോസ്റ്റ് ഇതിൻ്റെ IDV 14 ലക്ഷം കിടക്കുന്നുണ്ട്. ശരിക്കും ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 19 ലാക്സോളം വരും. പക്ഷേ ഈ വണ്ടി ഈ ഒരു വിലയ്ക്ക് വെർത്ത് ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ IDV ഞാൻ പറഞ്ഞല്ലോ 14 ലക്ഷം രൂപ IDV ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വണ്ടി അത്രയും നല്ലൊരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഈ ബോഡി ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പക്കയാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക ഒരു കൺവേർട്ടബിൾ വണ്ടി തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് വരാണെങ്കിൽ ഡോർ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. ഭയങ്കര ഫ്രഷ് ന്യൂലാണ് വണ്ടി കിടക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്, പിന്നെ LCD സ്ക്രീൻ വരുന്നുണ്ട്. ഇതൊരു ഹൈലൈൻ ഓപ്ഷനാണ് വരുന്നത്. പിന്നെ ഡാഷ് ക്യാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡാഷ് ക്യാമൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരുവിധം എല്ലാ വണ്ടിക്കും നമുക്ക് പാർക്ക് സെൻസർ റിവേഴ്സിൽ മാത്രം കാണാം. ഇതിൻ്റെ ഫ്രണ്ടിലും ഇവർ പാർക്ക് സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഇൻലൈനാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മൈലേജിനാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനി പറയുന്നത് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന, പക്ഷേ ഇതിൻ്റെ ഓണർക്ക് 17 മുകളിൽ മൈലേജ് ഇപ്പോഴും കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് 4 ഡോർ പവർ വിൻഡോ വരുന്നത്. അപ്പോൾ ഹൈലൈൻ ആണ് വരുന്നത്. ഇപ്പോൾ ഹൈലൈൻ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടും സൺറൂഫും വരും. ഇത് ഹൈലൈൻ ഓപ്ഷനാണ്. പക്ഷേ ഹൈലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ. നമ്മുടെ നാട്ടിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ സൺറൂഫിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ. ഇതൊക്കെ നല്ല പക്ക നീറ്റാണ്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് വേറെ കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഇവർ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പെട്രോളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വോക്സ് വാഗൻ ആയതുകൊണ്ട് ഇതൊരു 1000 cc കാർ ഓടിക്കുന്ന പോലെ ഒന്നല്ല ഫീൽ ചെയ്യുക. അത്രയും നല്ലൊരു പിക്കപ്പും കാര്യങ്ങളും. കാരണം ടർബോ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പവറും ഇനീഷ്യൽ സ്പീഡും വണ്ടിക്ക് വരും. റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല നീറ്റാണ്. KL8 CB 9362 എന്ന് പറയുന്ന നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. TSI ടൈഗൂൺ. അതെ, ഗ്ലാസ് കണ്ട 2023 മാനുഫാക്ചർഡ് ഗ്ലാസ്സാണ് ഫ്രണ്ടും ബാക്കും സൈഡൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ അത്രയും പക്ക നീറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വേഗം തന്നെ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കപ്പോൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് സെൻസർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെന്താ പറയുക, മറ്റേ ക്യാമറ ഡാഷ് ക്യാം ആഡ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്നും കൂടി കാണിച്ചു തരാം. കാരണം എന്താണെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും ആൾക്കാർ പരാതി പറയുന്നതാണ് എഞ്ചിൻ റൂം കാണിച്ചു തരാനായിട്ട്. പിന്നെ വേറെ കാര്യം കേട്ടോ, ഈ വണ്ടി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിലെ അച്ഛൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ആ അച്ഛൻ്റെ ഞാൻ എടുക്കുന്ന വീഡിയോ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആൾ ഫ്രാൻസിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പൊന്നു പോലത്തെ വണ്ടി ആൾ കൊണ്ടുവന്നിരുന്ന ആൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അത് അത്രയും നല്ലൊരു കണ്ടീഷനിൽ അല്ലെങ്കിൽ അത്രയും നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് പുള്ളി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എഞ്ചിൻ റൂം കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ആവും ഇത് വണ്ടി എത്രത്തോളം ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും ലൊക്കേഷനും പ്രൈസും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം വരുന്നത്. അപ്പോൾ എഞ്ചിൻ റൂമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ പേസ്റ്റിങ്ങിലൊന്നും വേറെ ഇഷ്യൂസ് വന്നിട്ടില്ല. വേറെ ഓയിൽ ലീക്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബാറ്ററി ഒക്കെ നല്ല കണ്ടീഷനിലാണ് നിൽക്കുന്നത്. എല്ലാം നല്ല നീറ്റായിട്ട് ഈ ഇതൊക്കെ കണ്ടില്ല, ചെറിയൊരു തട്ട് പോലും വണ്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയണത്. ബോണറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ബോണറ്റിൻ്റെ ഈ ഒരു പേസ്റ്റിങ് പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ല ബ്രാൻഡ് ന്യൂ ലുക്കിൽ തന്നെയാണ് വണ്ടിയുടെ കിടക്കണേ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ എനിക്ക് തോന്നണേ നല്ല ഇപ്പോഴും ഒരു അനക്കം പറ്റിയിട്ടില്ല. ഈ ഒരു എഞ്ചിൻ മൗണ്ടിനൊന്നും യാതൊരു അനക്കം പറ്റിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, പക്ഷേ ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓയിൽ ലീക്സ് കാര്യങ്ങളൊന്നും മേജറായിട്ട് വണ്ടിക്ക് ഇല്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ വേറെ മേജർ ഡെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ യൂസ്ഡ് കാറുകൾ മാത്രമായിരിക്കും നമ്മൾ സെയിൽ ചെയ്യണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ കച്ചവടക്കാരുടെ വണ്ടികളൊന്നും അല്ല.
അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എത്രയും വേഗം ചെക്ക് ചെയ്തിട്ട് വേഗം വിളിക്കുക. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി വണ്ടി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് ആണ് വണ്ടി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ടൗണിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വണ്ടി കാണാനായിട്ട് പറ്റും. അച്ഛൻ്റെ സ്ഥലം അവിടെയാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു, പ്രൈസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 13,90 മാത്രമാണ് ചോദിക്കണത്. ഇതിൻ്റെ ശരിക്കും റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 19 ലക്ഷം രൂപയോളം ഇതിന് ഓൺ റോഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് 13,90 കൊടുക്കാൻ വെച്ചിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വേഗം തന്നെ വിളിക്കുക. അടുത്തൊരു പ്രീമിയം വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും